ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് പകലിൻ്റെ ബന്ധപ്പാടുകളിൽ നിന്ന് അല്പം വേറിട്ട് ആശ്വസിക്കുവാൻ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യൂദയുടെ ലേഖനത്തിൻ്റെ ഒരു ധ്യാനാത്മക പഠനമാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രാരംഭത്തിൽ കേട്ടതുപോലെ അതിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് എഴുത്തുകാരൻ ആരാണ്, എഴുതിയത് ആർക്കാണ്, എന്തിനാണ് ഈ ലേഖനം എഴുതിയത്, എന്ന് എഴുതി, എവിടെ വെച്ച് എഴുതി, എഴുത്തിൻ്റെ പ്രത്യേകതകൾ, എഴുത്തിലെ പ്രധാന വാക്യം, അതിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് നമ്മൾ ഓർത്തു, എഴുത്തിലെ പ്രധാന പ്രമേയം, എഴുത്തിലെ വിഷയവിഭജനം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കമായിട്ട് വേഗത്തിൽ ഏതൊരു ലേഖനം പഠിക്കുമ്പോഴും സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചത്. തുടർന്ന് അവസാനമായിട്ട് പറഞ്ഞത് എഴുത്തിലെ സന്ദേശം എന്താണ്. ഈ സന്ദേശത്തെ അധികരിച്ചാണ് ഈ ലേഖനം മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അതാണ് തുടർന്നുള്ള വിചിന്തനത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. എഴുത്തിലെ സന്ദേശം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ഈ വിഷയവിഭജനം പല കർത്തൃദാസന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പഠിച്ചിരിക്കുന്നത് നമ്മൾ കാണുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ നമുക്കും അത് സാധിക്കും. വ്യക്തിപരമായി നമ്മളും തിരുവെഴുത്തുകളുടെ മുമ്പാകെ ഇരിക്കുമ്പോൾ അനേക എഴുത്തുകളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കും പ്രകാശിപ്പിച്ച് സത്യങ്ങൾ നൽകും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായ ആ സന്ദേശമാണ് ഞാൻ പൊതുപ്രയോജനത്തിനായിട്ട് നിങ്ങളോട് പറയുന്നത്. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ആദ്യം അതിലെ വ്യത്യസ്ത കളർ കൊടുത്തിരിക്കുന്ന ആ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴും അത് ഈ ലേഖനവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ എന്താണ് സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക എന്ന് പറയുമ്പോൾ അതിലാദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പദമാണ് വിശ്വാസം എന്നുള്ളത്. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം. പെട്ടെന്ന് നമ്മുടെ മനോമുകുരങ്ങളിൽ ഓടിയെത്തുന്നത് എബ്രായർ 11:1. എന്നാൽ ലളിതമായ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? അപ്പം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കർത്തൃദാസനാണ് ജോൺ കുര്യൻ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം തന്നെ വേറെ എഴുത്തുകാരെ കോട്ട് ചെയ്തിട്ടുള്ള 2 ഡെഫിനിഷനാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആളത്വത്തിലും വചനത്തിലുമുള്ള ഉറപ്പ്, അവൻ്റെ വാക്കുകളിലുള്ള ഉറപ്പാണ്. ദൈവത്തിൻ്റെ ആളത്വം, ദൈവം ആരാണ്, അവൻ എന്ത് പറഞ്ഞു, അതിലുള്ള എൻ്റെ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. മറ്റൊരു നിർവചനം അദ്ദേഹത്തിൻ്റെ തന്നെ കടമെടുത്താൽ, ദൈവത്തിൻ്റെ വിശ്വാസ യോഗ്യതയിലുള്ള എൻ്റെ ആശ്രയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ സഭയിലെ സുവിശേഷകൻ ജോൺസൺ തോമസ് എബ്രായ ലേഖനം പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം ഒരു നിർവചനം ഇപ്രകാരം പറയാനിടയായിട്ട് തീർന്നു. ദൈവം തൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും തൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റും. ദൈവം തൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും തൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റുമെന്ന് അംഗീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് അദ്ദേഹം എബ്രായ ലേഖനത്തിൽ ഈ പ്രത്യേകിച്ച് 4-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ വിശ്വാസം എന്നുള്ള പദം, അതുപോലെ 11-ാം അധ്യായത്തിൽ ഇത് ആവർത്തിച്ചു വരുന്ന പദമാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ താൻ പറഞ്ഞ ഒരു നല്ലൊരു ഡെഫിനിഷനായിട്ട് എനിക്കത് തോന്നി. അപ്പോൾ തന്നെ ഞാനത് കുറിച്ചു വയ്ക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഇവിടെ വിശ്വാസം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വാസയോഗ്യതയിലുള്ള ആശ്രയമെന്നോ, ദൈവം ആരാണെന്നും അവൻ എന്ത് കൽപ്പിച്ചു എന്നുള്ളതിലുള്ള എൻ്റെ ഉറപ്പാണ്. അല്ലെങ്കിൽ ദൈവം തൻ്റെ പരമാധികാരത്തിലും സർവശക്തിയിലും തൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റുമെന്നുള്ള എൻ്റെ ഉറപ്പിനെ വിശ്വാസം എന്ന് പറയാം. ഇത് വിശ്വാസത്തിൻ്റെ പ്രായോഗികമായ ഒരർത്ഥമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്
നമ്മൾ സാധാരണ പറയുന്നത് പോലെ വിശ്വസിക്കുന്ന സത്യത്തിന്റെ ആകമാന രൂപത്തെയാണ്. ഇവിടെ മൂന്നാമത്തെ വാക്യത്തിൽ, യൂദയുടെ ലേഖനം മൂന്നാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുക എന്ന് പറയുമ്പോൾ പ്രധാനമായും ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നാം എന്ത് വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്ന സത്യത്തിന്റെ ആഗമന രൂപത്തിനായിട്ട്, അല്ലെങ്കിൽ ആ സത്യങ്ങൾക്കായിട്ട് ഉറച്ചു നിൽക്കണം, പോരാടണം എന്നുള്ള ആശയമാണ് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രധാന സന്ദേശം സത്യവിശ്വാസം മുറുകെ പിടിക്കുക. അപ്പൊ വിശ്വാസം എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അതുപോലെ ജോൺ വെസ്ലിയുടെ അങ്ങനെ പല നല്ല ദൈവം എടുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച മറ്റ് സഭാവിഭാഗങ്ങളിൽ പെട്ടവരുടെ എഴുത്തുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നല്ല മനോഹരമായ മറ്റ് ഡെഫിനിഷൻസ് ഒക്കെ നമുക്കറിയാം. എന്നാൽ നമ്മുടേതായ എഴുത്തുകാരുടെ ഞാൻ കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ അതിന്റെ വിശ്വസിക്കുന്ന സത്യത്തിന്റെ ആകമാന രൂപത്തിനായിട്ട് നാം നിലനിൽക്കണം, പോരാടണം എന്നുള്ള ആശയമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വിശ്വാസത്തിനായിട്ട് വിശ്വാസം എന്നുള്ള പദത്തിന്റെ അർത്ഥം. അടുത്ത വിശ്വസ്തത. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക. അപ്പൊ വിശ്വസ്തത എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം തന്നെ എബ്രായ ലേഖനം പഠിപ്പിച്ചപ്പോൾ ഞങ്ങളോട് പഠിപ്പിച്ച അത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നെ വളരെ എനിക്ക് സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഏത് സാഹചര്യത്തിലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും ജീവിതവും വൃത്തിയായി കൊണ്ടുപോകുന്നതാണ് വിശ്വസ്തത. ഏത് സാഹചര്യത്തിലും ദൈവം നമുക്ക് ഓരോരുത്തർക്കും ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ആ ശുശ്രൂഷ പുറപ്പെടുന്ന ജീവിതവും. അത് വൃത്തിയായി കൊണ്ടുപോകുന്നതാണ് വിശ്വസ്തത എന്ന് താൻ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തരും. അപ്പോൾ ഇതെന്തിനാ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് ഡെഫിനിഷൻസ് ഈ ലേഖനം പഠിക്കാനായിട്ട് എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക എന്നതാണ് ഇതിലെ സന്ദേശം എന്ന് ഞാൻ പറയാൻ കാരണം, മൂന്നാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിനായിട്ട് പോരാടണം എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ വിശ്വാസം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിശ്വാസത്തിനായി പോരാടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വിശ്വസ്തരാകുക എന്ന് പറയാൻ അതെങ്ങനെ ഞാൻ പഠിച്ചു എന്ന് ചോദിച്ചാൽ, തുടർന്ന് നിങ്ങൾ ഒരു പക്ഷേ ഈ ലേഖനം പലതവണ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നത് 25 വാക്യങ്ങളുള്ള കൊച്ചു അധ്യായമാണ്, കൊച്ചു ലേഖനവുമാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ അത് അവിശ്വസ്തരായ ആളുകളുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ അതിന്റെ വിപരീത അർത്ഥമായിട്ട് ഇത് മനസ്സിലാക്കാനിടയായിട്ട് തീരും. വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതിൽ നിന്ന് സത്യവിശ്വാസം മുറുകെ പിടിക്കണം എന്നുള്ള ഒരു പദപ്രയോഗങ്ങൾ ഞാൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ അവിശ്വസ്തരായ ആളുകളുടെ സവിശേഷത കൂമ്പാരമാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ നീല നിറം കൊടുത്തിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് 4-ാമത്തെ വാക്യത്തിലുണ്ട്, അതുപോലെ തന്നെ 8-ാമത്തെ വാക്യത്തിലുണ്ട്, 10-ാമത്തെ വാക്യത്തിലുണ്ട്, 11-ാമത്തെ വാക്യത്തിലുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുക, അവിശ്വസ്തരായവരുടെ ജീവിതം വൃത്തിയായി സൂക്ഷിക്കാത്തവരുടെ ചിത്രമാണ് അവിടെ കാണുന്നത്. കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക, മഹിമകളെ ദുഷിക്കുക. ഇത് തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കുന്നതാണ്. മാത്രമല്ല 12-ാമത്തെ വാക്യത്തിലുണ്ട്, 13-ൽ. ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അവിശ്വസ്തരായവരുടെ സ്വഭാവ സവിശേഷതകളാണ്. അപ്പൊ അതിൽ നിന്നാണ് 16, 18, 19 ഈ വാക്യങ്ങളോ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ വിഷയം, അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട സന്ദേശം സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക എന്ന് തലക്കിട്ട് കൊടുക്കാനിടയായിട്ട് തരും. അവരുടെ പ്രത്യേകതകളാണ് ഈ 25 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണും നമ്മുടെ ഈ ധ്യാനാത്മകമായ പഠനം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഒരു ആകെ തുക നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക. അപ്പോൾ വിശ്വാസത്തിന്റെ അർത്ഥം എന്താണെന്നും വിശ്വസ്തരായിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നും പറഞ്ഞു.
വിശ്വാസത്തിനായിട്ട് പോരാടണമെന്ന് വ്യക്തമായി 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ആ വിഷയം സുവ്യക്തം. അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ വാക്യങ്ങളും അവിശ്വസ്തരായ ആളുകളുടെ ജീവിത ശൈലിയെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചതിൽ നിന്നും വിശ്വസ്തരായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ 25 വാക്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് 1-ാമത്തെ വാക്യത്തിൽ നിന്ന് സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവരുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ചില സബ് ആശയങ്ങളും പറഞ്ഞ് ഇരിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് നമുക്ക് യൂദയുടെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. നമ്മവിടെ ഇപ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. 1-2 വാക്യങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട പാഠം ഈ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവരുടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പെട്ടെന്ന് കാണിച്ചു പോയിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ ഭാഗം നിരീക്ഷിക്കുമ്പോൾ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവരുടെ പ്രത്യേകതയായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് അതിലെ ക്രിയാപദങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക. ക്രിയാപദങ്ങൾ എന്ന് വെച്ചാൽ ആക്ഷൻ വേർഡ്സ് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ പദങ്ങൾ ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ, അതുപോലെ തന്നെ അതിന് സഹായകമായ മറ്റ് ചില പദപ്രയോഗങ്ങൾ ഒരു പ്രധാനപ്പെട്ട സത്യം നമുക്ക് പ്രകാശിപ്പിച്ച് നൽകും. അതിൽ നിന്നാണ് ആദ്യത്തെ പാഠം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സുരക്ഷിതരാണ് എന്നുള്ളതാണ്. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായി ജീവിക്കുന്നവർ അവർ സുരക്ഷിതരാണ്. ഇതിന്റെ പശ്ചാത്തലവും അതിന് നമ്മെ സഹായിക്കുന്നുണ്ട്. കാരണം വിശ്വാസത്തിനു വേണ്ടി പോരാടുക. അപ്പൊ ഒരു പോർക്കളത്തിൽ വിശ്വാസത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവർ അവർ സുരക്ഷിതരാണെന്നുള്ള ബോധം അവരെ ഈ പോർക്കളത്തിൽ നന്നായി പോരാടുവാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ആശയം എനിക്ക് മനസ്സിലായത്. ഇനി ഇത് സുരക്ഷിതരാണെന്നുള്ള സത്യം എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ മനസ്സിലാക്കാം? ഈ ക്രിയാപദങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ. നോക്കൂ: സ്നേഹിക്കപ്പെട്ടും, സൂക്ഷിക്കപ്പെട്ടും, വിളിക്കപ്പെട്ടും, പിന്നെ പറയുകയാണ് കരുണയും സമാധാന സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പ്രയോഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുന്നത്, ഈ പോർക്കളത്തിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ് എന്നുള്ളതാണ്. സുരക്ഷിതരാണ് എന്നുള്ളത്. അപ്പൊ ഈ പോർക്കളത്തിൽ പോരാടാനായിട്ട് അല്ലെങ്കിൽ മുന്നേറാനായിട്ട് ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ ഓൾറെഡി സുരക്ഷിതരാണ്. അപ്പൊ തിരുവെഴുത്ത് കേവലം സുരക്ഷിതരാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കേവലം ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല. എന്തുകൊണ്ട് സുരക്ഷിതരാണെന്നുള്ളതും ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ സുരക്ഷിതരാണ്? ഈ പോർക്കളത്തിൽ, ഈ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ, ആ നിലനിൽക്കുന്ന ഈ അടരാടുന്ന ഈ പോർക്കളത്തിൽ നാം സേഫാണ്, സുരക്ഷിതരാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 1-2 തന്നെയാണ് ഇന്ന് ഫുള്ള് നിരീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ പലതവണ ആ വാക്യങ്ങളിലൂടെ പോകുമ്പോൾ അത് ഉരുവിടുന്നത്, വായിക്കുന്നത്, എന്നോട് കൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്കും വചനത്താലുള്ള ശുദ്ധീകരണത്തിന് കാരണമായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ നാം വായിക്കുന്ന ആദ്യത്തെ 2 പ്രയോഗങ്ങൾ എന്തുകൊണ്ട് സുരക്ഷിതരാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ദാസനും. അപ്പോൾ എന്തുകൊണ്ട് സുരക്ഷിതരാണ് എന്നുള്ളതിന്റെ പാഠം അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാമോ? പറയണമെന്നില്ല, ഒന്ന് ചിന്തിക്കാനായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ദാസൻ, ആ പ്രയോഗം എന്തുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു സത്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. യേശുക്രിസ്തുവിന്റെ ദാസൻ, ഞാൻ തന്നെ പറയാം. 1:1
യേശു ക്രിസ്തു എന്ന പദം തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ തിരുവഴുത്ത് അങ്ങനെയാണല്ലോ പഠിക്കുന്നത്, യേശു ക്രിസ്തു. അപ്പൊ ഇപ്പോ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പദം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവൻ കർത്താവാണ്, യേശു ക്രിസ്തുവിന്റെ ദാസൻ. അപ്പൊ അതും യേശു ക്രിസ്തു എന്നുള്ള പദവും ദാസൻ എന്നുള്ള പദവും ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സത്യം തിരുവഴുത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. അത് വരുന്നതാണ് യജമാനൻ എന്നുള്ളത്. യേശു ക്രിസ്തുവിന്റെ ദാസൻ. ആരാണ് ദാസൻ? യജമാനനുള്ളവനാണ്. അപ്പോ എന്തുകൊണ്ട് സുരക്ഷിതരാണ് എന്ന് ചോദിച്ചാൽ, നമുക്കൊരു യജമാനനുണ്ട്. നാം ചോദിക്കാനും നമ്മെ പറയാനും ആരുമില്ലാത്തവരല്ല. നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന 2 പ്രയോഗങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്ന 2 കാര്യത്തോടുള്ള ബന്ധത്തിൽ അവൻ 1 യോഹന്നാൻ 2:1 കാര്യസ്ഥനാണ്. കാര്യസ്ഥൻ എന്ന് വെച്ചാൽ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നവൻ. നമ്മുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന ഒരു യജമാനൻ നമുക്കുണ്ട്. ഇനി കർത്താവ് ഇപ്പോൾ ചെയ്യുന്ന മറ്റൊരു ശുശ്രൂഷ, അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. അപ്പോ നമ്മുടെ പക്ഷം പറയുന്ന ശുശ്രൂഷ, നമ്മുടെ പക്ഷം പറയാൻ നമുക്കൊരു ആളുണ്ട്, ആ യജമാനൻ. അപ്പോ ഒന്നാമത്തെ സത്യം, ഈ വിശ്വാസ പോർക്കളത്തിൽ പോരാടുമ്പോൾ ഞാനും നിങ്ങളും സുരക്ഷിതരാണെന്ന് വെറുതെ അല്ല വചനം പറയുന്നത്. ഒരു നല്ല യജമാനൻ നമുക്കുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ യജമാനന്റെ ചില പ്രത്യേകതകൾ കൂടുതൽ വിശദീകരിക്കാതെ വേഗത്തിലൊന്ന് പറഞ്ഞ് അടുത്ത ആശയത്തിലേക്ക് കടക്കാം. ഈ യജമാനൻ എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രാദേശിക സഭയോട് ചേർന്ന സമയങ്ങളിൽ ഈ കർത്തൃദാസൻ ജോൺ കുര്യന്റെ മെസ്സേജുകൾ കേട്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ ലൈഫ് രൂപപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ചെറിയ ആ വചനം അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക വീഡിയോസുകൾ ഞാൻ കാണാറുണ്ട്. അപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം, നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീ യേശുവിനെ കർത്താവായി, യജമാനനായി, നിന്റെ അധികാരിയായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, നമുക്കറിയാം ചെറുപ്പം തൊട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മക്കളിങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ ഇങ്ങനെ ശീലിപ്പിക്കുമ്പോൾ കർത്താവേ എന്നിങ്ങനെ കുറെ നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ നീ ഈ കർത്താവേ എന്ന് പറയുമ്പോൾ വാസ്തവമായി കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ അത് വൃഥാവെടുക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട എന്നല്ല അദ്ദേഹം പറഞ്ഞത്, വളരെ വൃത്തിയായി നിന്റെ ജീവിതം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഞാൻ പദം മാറ്റി പിടിച്ചു. അപ്പൊ കർത്താവേ എന്ന് പറയുന്നത് ദൈവമേ എന്ന് തന്നെയാക്കി. പിന്നീട് മനസ്സിലായി ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അധികാരിയാണ്. പക്ഷെ അന്നത്തെ അല്പ അറിവിൽ ഞാൻ കർത്താവ് എന്നുള്ള പദം മാറ്റി പിടിച്ച് പിന്നെ പ്രാർത്ഥനയിൽ ദൈവമേ എന്നാക്കിയത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ഞാൻ അതിൽ നിന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം, അവൻ നമ്മുടെ യജമാനനാണ്, കർത്താവാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഏറ്റുപറഞ്ഞതാണ്. അത് നാം വിവാഹ ഉടമ്പടി ചെയ്യുന്നത് പോലെ അത്രമാത്രം അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, ഒരു പുരുഷനും സ്ത്രീയും ദൈവം അവരെ യോജിപ്പിക്കുമ്പോൾ അവർ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഉടമ്പടി ബന്ധം എത്ര പവിത്രമായി സൂക്ഷിക്കാൻ ഇരുവരും ബാധ്യസ്ഥരാണോ, അതുപോലെ തന്നെ കർത്താവുമായി ഉടമ്പടി ചെയ്ത നമുക്കും ബാധ്യതയുണ്ട് എന്നുള്ള സത്യമാണ് ഇവിടെ നിന്ന്. അത് ആ പ്രായത്തിൽ തന്നെ ക്ലിക്കായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വളരെയധികം ജീവിതത്തിൽ ധാരാളം കൃപ ലഭിക്കാനായിട്ട്, അറിയപ്പെടുന്ന ഒരുപാട് തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അതെന്നെ സഹായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് സുരക്ഷിതരാണെന്ന് ചോദിച്ചാൽ,
നമുക്ക് നല്ലൊരു യജമാനനുണ്ട്. ഈ യജമാനൻ ഒന്നാമത്തെ പ്രത്യേകത, അവൻ അധികാരിയാണ്. നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞു. റോമർ 10:9 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കേവലം രക്ഷകനായിട്ടല്ല നമ്മൾ ഏറ്റു പറഞ്ഞത്, കർത്താവായിട്ടാണ്. അങ്ങനെ ഏറ്റു പറഞ്ഞ് നമ്മൾ അവന്റെ കർത്തൃത്വത്തിന് കീഴിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതമാകുന്ന കപ്പലിന്റെ ചുക്കാൻ പിടിക്കുന്ന കപ്പിത്താനായി അവൻ മാറണം. രക്ഷിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങൾ എഗ്രി ചെയ്തതാണ്, അതിൽ നിലനിൽക്കണം. മാത്രമല്ല, മറ്റൊരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതമാകുന്ന വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നാം ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത്. നാം ആയിരിക്കരുത് നമ്മുടെ ജീവിതമാകുന്ന കപ്പലിന്റെ കപ്പിത്താനായിട്ടിരിക്കേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. നമുക്കറിയാം 100% അതൊന്നും സാധിക്കുകയില്ല എന്നെനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാ ഇത് വീണ്ടും പറയണേന്ന് ചോദിച്ചാൽ, അത് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ. രണ്ടാമത്, ഈ യജമാനൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ നല്ലൊരു നിഴലായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ കാണുന്നു. ഇവിടെ സഭയായി ക്രമീകരിച്ച ഒരു മീറ്റിംഗിൽ യൂത്തിന്റെ പുസ്തകം പഠിച്ചപ്പോൾ ഞാനും വന്ന് രണ്ട് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സില് ഒരുപാട് കാര്യങ്ങൾ താൻ പഠിപ്പിച്ചു. ഈ യജമാനൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേഗം പോയത് ആ നല്ല യജമാനനായ ബോവസിനെ കുറിച്ചാണ്. അപ്പോൾ അത് അധികം വിശദീകരിക്കുന്നില്ല. ചില കുറിപ്പുകൾ വേഗത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് അടുത്ത പാഠത്തിലേക്ക്, എന്തുകൊണ്ട് സുരക്ഷിതരാണെന്നുള്ളതിൻ്റെ അടുത്ത പാഠത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. രൂത്തിന്റെ പുസ്തകം 2:3 എടുത്ത് വായിക്കണ്ട. ഈ യജമാനൻ, ബോവസ് എന്ന് പറയുന്ന യജമാനന് അവന് സ്വന്തമായിട്ട് വയലുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ യജമാനനും വയലുണ്ട്. അപ്പൊ അതെന്താ നമ്മെ ഓർപ്പിക്കുന്നത്? ആ വയലില് കൂട്ടുവേലക്കാരാക്കി എന്നെയും നിങ്ങളെയും അവൻ തീർത്തു. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഏരിയ ഏതാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അവന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യപ്പെടുത്തേണ്ടത് ആവശ്യമില്ല. അയാൾ അങ്ങനെയാണല്ലോ, ഇയാൾ ഇങ്ങനെയാണല്ലോ, അയാൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഇയാൾ ഇങ്ങനെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ നല്ല യജമാനന്റെ ഈ വിശാലമായ വയലിൽ ഒരുപാട് പണികളുണ്ട്. നിനക്ക് തന്ന പണി എന്താ? അത് വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ് യജമാനൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രൂത്തിന്റെ പുസ്തകം 2:5 വായിച്ചാൽ, എടുത്ത് വായിക്കുന്നില്ല, നമ്മുടെ വിഷയതല്ലല്ലോ. ആ യജമാനൻ എന്നുള്ളത് കൊണ്ട് ഞാനിത് ചേർത്ത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അവിടെ ആ യജമാനന്റെ മറ്റൊരു പ്രത്യേകത കാണാം. ഈ യുവതി ഏത്? രൂത്തിനെ കുറിച്ച് ജോലിക്കാരോട് ചോദിക്കാം, ഈ യുവതി ഏത്? അപ്പോ ഈ യജമാനൻ തൻ്റെ ദാസരെ കുറിച്ച് യാതൊരു തരത്തിലും ബോധറിയാത്ത ആളല്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരിയായ അവസ്ഥ വ്യക്തമായി അന്വേഷിക്കുന്നവൻ ഒരു നല്ല യജമാനനാണ് എനിക്കും നിങ്ങൾക്കും. ഒരു പക്ഷേ നമ്മൾ മാനുഷികമായ രീതിയിൽ എന്നെ അവരന്വേഷിച്ചില്ല, ഇവരന്വേഷിച്ചില്ല എന്നുള്ള പരാതികൾ നമ്മുടെ സഭകളിൽ പൊതുവേ ഉള്ളതാണ്. പക്ഷേ ഇതുപോലെ നല്ലൊരു യജമാനൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനുണ്ടെങ്കിൽ അത് ആ സത്യം എൻ്റെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുന്നെങ്കിൽ, കേവലം അറിവിൽ അവൻ നല്ലൊരു യജമാനനാണ്, ഓക്കെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ പഠിക്കുന്നു, അവൻ നല്ലൊരു യജമാനൻ, ശരിയാണ്, നല്ലൊരു യജമാനനാണ്, അത് നമ്മെ തലക്കനമുള്ളവരാക്കി മാത്രമേ മാറ്റിയുള്ളൂ. എന്നാൽ ആ സത്യം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുമ്പോൾ അപ്പോഴാണ് അത് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാതെ നമ്മിലേക്ക് തന്നെ വിരൽ ചൂണ്ടി സ്വസ്ഥതയുള്ള ജീവിതം നയിക്കാനായിട്ട് ഇടയാകുന്നത്. അടുത്തത് ഈ രൂത്തിന്റെ പുസ്തകം 2:10. അവിടെ കൃപയുള്ളവനാണ്. ആ വാക്യത്തിൽ തന്നെ നമുക്കറിയാം ക്രൂരനല്ല എന്നുള്ളതാണ്. ഈ യജമാനൻ ക്രൂരനല്ല. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ക്രൂരമായിട്ടല്ല ഇടപെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം. അത് തെറ്റില്ല. കാരണം തിരുവെഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ
ഭക്തരായ ആളുകൾ, നമ്മളെക്കാൾ ഭക്തരായ ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ സർവജ്ഞാനിയായ ദൈവത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരുന്നു, മനസ്സിലായിരുന്നു. പക്ഷെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ എന്ന് എനിക്ക് മനസ്സിലായത്. ആ പ്രായത്തിൽ എനിക്ക് അതത്ര മനസ്സിലായില്ല. ഇതിങ്ങനെ പഠിച്ച് എങ്ങനെ മനസ്സിലാക്കാല്ലേ എന്നുള്ളത് എനിക്ക് ആ കാലഘട്ടത്തിൽ അറിയില്ലായിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായത്. ഇത് മാനുഷികമായ നമ്മുടെയൊക്കെ അനുഭവങ്ങളാണെങ്കിൽ സർവജ്ഞാനിയായ ദൈവത്തിന്റെ പ്രവൃത്തികൾ അതെത്ര മനോഹരമാണെന്ന് ഒരു പക്ഷേ ഈ പരിമിതമായ ജ്ഞാനമുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം, മനുഷ്യ ശരീരം, ഈ ശരീരത്തിലാണ് നമ്മൾ അധിവസിക്കുന്നത്, ജീവിക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നാൽ ഇത് തന്നെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രയാസമാണ്. പക്ഷെ അത് സത്യമല്ലാതിരിക്കുമോ? ഒരിക്കലുമല്ല. ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള അറിവുള്ളവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർക്ക് മനസ്സിലായില്ല എന്ന് വെച്ച് അത് അസത്യമാകുന്നില്ല. അപ്പൊ ദൈവം നമ്മോട് ഇടപെടുന്നത് ക്രൂരമായി തോന്നാം നമുക്ക്, പക്ഷെ അങ്ങനെയല്ല. അവൻ കൃപയുള്ളവനാണ്. നമ്മുടെ അല്പജ്ഞാനമാണ് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത്. അതല്ലാതെ ദൈവത്തിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്ക് അല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെ ചിന്ത വരുന്നത് തെറ്റല്ല, പക്ഷേ അത് നമ്മെ വിശ്വാസം വിട്ടു പോകുന്നതിലേക്ക് നയിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. രൂത്തിന്റെ പുസ്തകം 2:9 ഈ യജമാനന്റെ മറ്റൊരു പ്രത്യേകത, അവൻ സംരക്ഷിക്കുന്നവനാണ്. ഈ വിശാലമായ വയലിൽ അലഞ്ഞ് ഉഴലാനായിട്ട് അവൻ ഒരിക്കലും സമ്മതിക്കില്ല. ഈ വിശാലമായ വയലിൽ അവന്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന്. ഒടുവിലായിട്ട് 2:12 നാം വായിക്കുന്നത്, ഈ യജമാനൻ പ്രതിഫലം നൽകുന്നവനാണ്. അപ്പോ ഈ പ്രതിഫലം നൽകുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ യജമാനൻ, നമുക്കറിയാം ചില പണിക്കാരൊക്കെ കള്ളപ്പണിയൊക്കെ ചെയ്യും. അപ്പോൾ കള്ളപ്പണിയൊക്കെ ചെയ്ത് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഒരു നല്ല ഭവനമൊക്കെ നമ്മൾ ചമയ്ക്കുമ്പോൾ അത് ചമച്ച് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. പക്ഷെ വർഷങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അയ്യോ ലീക്ക് വന്നു, പ്രശ്നങ്ങളൊക്കെ, അപ്പോഴാണ് അവൻ നമ്മളെ പറ്റിച്ചു എന്ന്. ഈ നല്ല യജമാനൻ, നമുക്കറിയാം, അത് ചില വാക്യങ്ങളൊക്കെ അതിന് തെളിവുകളായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ വേണ്ട, ശരിയായി പണിയുന്നവരെ വിലയിരുത്തുന്നതും ന്യായമായത് മറന്നിടാതെ തരുന്നവരുമാണ്. ശരിയായി പണിയുന്നത്, അതായത് നമ്മുടെ പണിയെ വിലയിരുത്തുന്നവനാണ്, ന്യായമായത് മറന്നിടാതെ തരുന്നവനാണ്. നിങ്ങൾക്ക് മറ്റു വാക്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കും. അതാണ് ഇതിന്റെ സന്ദേശം. അങ്ങനെയുള്ളവർ ഈ പോർക്കളത്തിൽ സുരക്ഷിതരാണ്. എന്തുകൊണ്ട് സുരക്ഷിതരാണ്? യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള ആ 2 വാക്കുകളിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാൻ സാധിക്കും. യജമാനനുണ്ട്. നമുക്ക് ഒരു നല്ല യജമാനനുള്ളത് കൊണ്ട് നാം സുരക്ഷിതരാണ്. അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ ഞാനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ യജമാനനെ എത്രമാത്രം നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം? യോഹന്നാന്റെ സുവിശേഷം 17:3 ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17:3 അത് പറഞ്ഞുകൊണ്ട് അടുത്ത പാഠത്തിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 17:3 നാം ഇങ്ങനെ വായിക്കുന്നു: ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. അപ്പോ ഇത് നമ്മൾ കേവലം നിത്യജീവനാകുന്നത് നമുക്ക് അറിവുള്ള വാക്യാണ്. പക്ഷേ ഇവിടെ നിത്യജീവനെ വിശേഷിപ്പിക്കുന്നത് അറിയുന്നത് തന്നെ എന്നുള്ളതാണ്. ഈ അറിയുക എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഭാര്യ ഭർത്താവിനെ അറിയുന്നത് പോലെ ആ പദമാണ്. ഉൽപ്പത്തി 3-ലായാലും ഇതുപോലെ തന്നെ എഫെസ്യർ 5-ലായാലും ഒക്കെ നമ്മൾ അറിയുക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ അറിയുന്നത് പോലെ. നമുക്കറിയാം, വിവാഹം കഴിഞ്ഞ അന്നുള്ള അറിവല്ല ഒരു 10 വർഷം കഴിയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകും.
അവർ അനുഭവ സമ്പത്ത് ഓരോ ദിവസങ്ങളും ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിലൂടെ അവർ പരസ്പരം ആദ്യ നാളുകളേക്കാൾ കുറെ കൂടെ അറിയുകയാണ്. ദിവസങ്ങൾ പിന്നിടും തോറും ആ അറിവ് വർദ്ധിക്കുകയാണ്. ആദ്യ ദിവസത്തെ അറിവല്ല ഇപ്പോഴുള്ളത്. ഇപ്പൊ ഞാനിപ്പോൾ 10 വർഷമായിരുന്നു. അപ്പൊ ഈ 10 വർഷം ആദ്യത്തെ കർണാടകയിലുള്ള ഒരു സുവിശേഷകൻ പറഞ്ഞിട്ടാണ് ഞാൻ തമിഴ്നാട്ടിലുള്ള വാൽപ്പാറയിലേക്ക് പോകുന്നത്. അപ്പോ പോകുമ്പോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വളരെ ദൂരം. അപ്പോൾ തന്നെ അസ്വസ്ഥരായി. എനിക്ക് യാത്ര ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷെ പോയി കണ്ടു, സംസാരിച്ചു, നമ്മുടെ വിഷൻ ഷെയർ ചെയ്തു. അങ്ങനെ കല്യാണം സെറ്റായി, വിവാഹം കഴിഞ്ഞു. അപ്പൊ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് പിന്നിടുമ്പോൾ എനിക്ക് അവൾ ഏകദേശം ചിന്തിക്കുന്ന ചിന്താശൈലി എന്താണ്, ഈ പോക്ക് എങ്ങനെ പോണേ എന്നുള്ളത് എനിക്കറിയാൻ സാധിക്കും. അതെങ്ങനെ സാധിച്ചത്? ആദ്യത്തെ ദിവസം എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിവസങ്ങൾ ഓരോന്നായി കഴിയും തോറും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവൾ ചിന്തിക്കുന്നതും അവളുടേതായ രീതികളും മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നല്ല യജമാനന്റെ കീഴിലെ ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ എത്രമാത്രം ഈ യജമാനനെ നമുക്കറിയാം. നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിനേക്കാൾ ഒരു അംശമെങ്കിലും കൂടുതലായിട്ട് അറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം ശരിക്കും അവൻ അറിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലുള്ള നമ്മുടെ ഇടപാടുകൾ അത് വെളിപ്പെടുത്തും. ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ കൈപ്പേറിയ വേളകളായിരിക്കാം, വളരെയധികം സങ്കീർണമായ നിമിഷങ്ങളായിരിക്കാം. എന്നാൽ ഈ നല്ല യജമാനനെ പരിചയിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ അവനെ അറിയുമ്പോൾ അത് നമ്മുടെ ഇടപാടുകളിൽ വ്യക്തമായിട്ട് നിഴലിക്കാനിടയായിട്ട് തീരും. ദാനിയേലിന്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. അത് നമ്മോടുള്ള ബന്ധത്തിലല്ല, മഹാപീഡന കാലഘട്ടത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ അതിലെ പ്രിൻസിപ്പിൾ നമുക്കും ഏത് കാലത്തുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഞാൻ അവിടെ നിന്ന് ഒരു പാഠം എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ നാം വഴുതി പോകുന്നുണ്ടെങ്കിൽ, ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, നാം വേണ്ടതുപോലെ അവൻ അറിയുന്നില്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷെ നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കഴിയും തോറും ഒരു ഭാര്യ ഭർത്താവിനെ വാസ്തവമായി അറിയുന്നത് പോലെ നമുക്കും അവനെ കൂടുതൽ അറിയുവാനായിട്ട് ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടാനായിട്ട് ആഗ്രഹിക്കാം. രണ്ടാമത്തെ പാഠത്തിലേക്ക് നമുക്ക് വരാം. അത് അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. 1-ാം വാക്യം തന്നെ വീണ്ടും ഒന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പൊ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിളിക്കപ്പെടുക. അപ്പൊ എന്തുകൊണ്ട് സുരക്ഷിതരാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, നല്ലൊരു യജമാനനുണ്ട്. രണ്ടാമത്, നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഇത് നമ്മൾ ഒരുപാട് സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ സഭയിൽ പ്രായമുള്ള ഒരപ്പച്ചൻ ഈ വിളി എന്നുള്ള വിഷയത്തെ കുറിച്ച് പലതവണ പ്രസംഗിച്ചത് തന്നെ ഓർക്കുന്നു. മാത്രമല്ല, അതേ ഭാഗം പ്രത്യേകിച്ച് FSC ലേഖനത്തിൽ എടുത്ത് ഒരു 7 സഹോദരന്മാർ പല സഭകളിൽ നിന്ന് വന്ന് ശുശ്രൂഷിച്ചത്. ഞാനിങ്ങനെ പ്രസംഗങ്ങളൊക്കെ എഴുതിയെടുക്കുന്നൊരു പതിവുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിലും അതുപോലെ ഇടയ്ക്ക് അത് റെഫർ ചെയ്യുമ്പോഴും ഞാൻ കണ്ടതോർക്കുന്നുണ്ട്. അപ്പോൾ ഈ വിളി എന്നുള്ള വിഷയം നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ചില കുറിപ്പുകൾ നേരത്തെ യജമാനനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓർപ്പിച്ചതുപോലെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് ഒന്ന് പറഞ്ഞു വേഗത്തിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. വിളിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുക? അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വിളി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പണ്ടൊക്കെ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ നമുക്കറിയാം, ബൈബിൾ കോളേജിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ ഗ്രാമറും അതിൻ്റെ ഇതൊക്കെ പഠിച്ച് അത് തർജ്ജമ ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ പോകണം. ഞാനും ഒരു ഡേ സ്കോളറായിട്ട് RTയുടെ ആരംഭകാലം കഴിഞ്ഞ് പിന്നെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയി പിന്നീട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ
അപ്പൊ ഞാൻ ജോലിയോട് കൂടെ പഠിക്കാനായിട്ട് ഒരു അവസരം ഞാൻ പോയി ചോദിച്ചു. അപ്പൊ സാധാരണ അവരുടെ ഇടയിൽ അങ്ങനെ അവസരം ഇല്ല. പക്ഷെ ഞാൻ ഗോട്ടിലേട്ടൻ എൻ്റെ സഭയിലെ എൽഡറാണ്, അദ്ദേഹം ട്രസ്റ്റിലുള്ളത് കൊണ്ട് എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഉച്ച വരെ ശരിക്കും കോളേജിൽ ക്ലാസ് എടുക്കും. ഉച്ച കഴിഞ്ഞ് ലൈബ്രറിയും പ്രസംഗ പരിശീലനമൊക്കെയാണ്. അപ്പോൾ ഉച്ച വരെ നമ്മൾ സാധാരണ ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ അങ്ങനെ ഞാൻ 2006 മുതൽ 2009 വരെ പഠിച്ചു. അങ്ങനെ ഫുൾ ഡേ അവിടെ സ്റ്റേ ചെയ്യുന്നവരുടെ എല്ലാ റിക്വയർമെന്റ്സും ഞാൻ പകുതി ഉച്ച വരെ പോയി പഠിച്ച് പിന്നെ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. ഒരു സ്ഥാപനത്തിൽ കണക്ക് എഴുതാനായിട്ടാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പോകാനായിട്ടുള്ള സാവകാശം അവിടുത്തെ മുതലാളി തന്നിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പഠിച്ച സമയത്ത് ഈ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഗ്രീക്കാണ്, പ്രത്യേകിച്ച് ഈ ഗ്രാമർ. പട്ടിക്കാടുണ്ടായിരുന്ന ഡോക്ടർ ജോസഫ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറിന്റെ ക്ലാസ് ഗ്രഹിക്കാനുള്ള ശേഷിയൊന്നും ഞങ്ങളുടെ ആ ബാച്ചിലുള്ള ആൾക്കാരുടെ സാറിന്റെ ക്ലാസ് തലയ്ക്ക് മുകളിലൂടെ പോകുന്നത് അത് വലിയ ഡിഗ്രി ലെവലോ PG ലെവലുള്ളവർക്ക് മനസ്സിലാകുമായിരുന്നു. ഞങ്ങളൊക്കെ വളരെ സാധാരണക്കാരായ സ്റ്റുഡൻസ് ആയിരുന്നു ഒട്ടുമിക്ക. സാറ് വളരെ നല്ലൊരു ഭക്തനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ സാറിന്റെ ലെവല് അതായതുകൊണ്ട് അത് വിട്ട് സാറിന് താഴേക്ക് ഇറങ്ങാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എഴുതി ഇമ്പോസിഷനൊക്കെ ഇരുന്ന് എഴുത രാത്രി ഇങ്ങനെ, പക്ഷെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അതങ്ങനെ ക്ലിക്ക് ആവണില്ല. പക്ഷെ ഇന്ന് കാലം മാറി, യുഗമായി. ഇപ്പോൾ നമുക്ക് ആ പദത്തിന്റെ ശരിയായ റൂട്ട് മീനിങ് ഒക്കെ അറിയാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ ഈ വിളി എന്നുള്ളതിന്റെ മൂലഭാഷയിലെ അർത്ഥം 2 ആശയങ്ങളിൽ അത് ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഒന്ന്, ചുമതലയെ ഓർപ്പിക്കുക. ചില ഉദ്യോഗത്തിനായിട്ട് വിളിക്കുക, അതിനെ ഈ പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്, വിളി എന്നുള്ളത്. അപ്പോൾ ഒരു ഉദ്യോഗത്തിനായിട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ചുമതലയെ ഓർപ്പിക്കുന്നത്, വലിയ ചുമതലയാണ് ഓർപ്പിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. 2, വിളി എന്ന് പറയുന്നത് ഒരു വിരുന്നിനോ ഉത്സവത്തിനോ വിളിക്കുക എന്നുള്ള ഒരു പ്രയോഗം ആ മൂലഭാഷയുടെ ആ പദത്തിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പദവിയെ സൂചിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ വാക്കുകൾ കടമെടുത്താൽ വഴിത്തിരക്കിൽ നിന്ന കണ്ടവരായ മെനക്കെട്ട് നിന്നവരായ നമ്മെ അവൻ വിളിച്ചു. അത് വലിയൊരു പദവിയായിട്ട് നമുക്ക് എന്തിനാ വിളിച്ചത്? അവന്റെ കാന്തയായി, അവന്റെ സ്വന്തമായി, അവന്റെ ഹൃദയമിടിപ്പുകൾ കേൾക്കാനായിട്ട്, അവനോടൊപ്പം നടക്കാനായി, അവൻ നടന്നതുപോലെ നടക്കാനായിട്ട് അവൻ നമുക്ക് ഒരു പദവി നൽകി എന്നുള്ളത് ആ പദത്തിന്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഈ പദം ഓർപ്പിക്കുന്നത് കണക്ക് ബോധിപ്പിക്കാനായിട്ട് കോടതിയിലേക്ക് വിളിക്കുക എന്നുള്ള ആശയവും അതിനുണ്ടെന്നാണ് പറയുന്നത്. കണക്ക് ബോധിപ്പിക്കാനായിട്ട് കോടതിയിലേക്ക് വിളിക്കുക. അപ്പോൾ നമുക്ക് ജീവിതവും ശുശ്രൂഷയും നൽകിയ കർത്താവ് ആ ജീവിതവും ശുശ്രൂഷയും എപ്രകാരം നിറവേറ്റി എന്നുള്ളതിന്റെ കണക്ക് ബോധിപ്പിക്കാനായിട്ട് അവൻ വിളിക്കും. അപ്പൊ അത് ഗൗരവത്തെ സൂചിപ്പിക്കുകയാണ്. ആ വിളി എന്നുള്ള പദം ഗൗരവത്തെ, നമ്മെ ഈ ദൈവസഭയിൽ ആക്കിയിരിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഞാൻ സാധാരണ സൺഡേ സ്കൂൾ കുട്ടികളോട് പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു എന്നുള്ളത് തന്നെയാണ്. വൃത്തിയായി ജീവിച്ചില്ലെങ്കിൽ പെട്ടു. നമുക്ക് ജീവിതവും ശുശ്രൂഷയും കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായി സൂക്ഷിക്കാനുള്ള ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും. അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള എല്ലാ റിസോഴ്സസും കർത്താവ് തന്നിട്ടുണ്ട്. നാം അത് വേണ്ടോളം ഉപയോഗിച്ചാൽ വൃത്തിയായിട്ട് പോകാം. അപ്പൊ അത് ഗൗരവത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, ഇത് സ്വർഗത്തിൽ നിന്നുള്ളവർ. അപ്പോൾ ആ സ്വർഗീയ നിലവാരം, ആ സ്റ്റാൻഡേർഡ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആ ഹെവൻലി സിറ്റിസൺ തായിരിക്കണം. അതുപോലെ 2 തെസ്സലോനിക്കർ 2:14 നാം വായിക്കും, മഹത്വം പ്രാപിക്കുക. മഹത്വം എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്, നിങ്ങൾക്ക് അറിവുള്ളതാണ്, ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകുന്നു. ഒന്ന്, മഹത്വം എന്ന് പറയുമ്പോൾ, ഗ്ലോറി എന്ന് പറയുമ്പോൾ തേജസ്. 2, ക്യാരക്ടർ. കർത്താവിന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ തേജസ് നമ്മൾ പ്രാപിക്കും. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ അവന്റെ ക്യാരക്ടർ നമ്മിൽ വെളിപ്പെടണം. ആ രീതിയിൽ അതിനായിട്ടാണ് നമ്മളുടെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല 1 കൊരിന്ത്യർ 1:9 നാം വിളിക്കുന്നുണ്ട്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവവിശ്വസ്തൻ എന്ന് പറയുമ്പോൾ അത് കൂട്ടായ്മയുടെ ചിത്രമാണ്. 1 കൊരിന്ത്യർ 1:9
നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് ശരിക്കും സെൻസ് ചെയ്യാനായിട്ട്, വെറുതെ ഇതൊക്കെ ഒരു പോയിന്റുകളാക്കി നമ്മുടെ തലയിൽ കൊണ്ടു നടക്കാം. പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തുവാനാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എങ്ങനെ അത് ആസ്വദിക്കാം? അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ചിലപ്പോഴൊക്കെ അത് ഗംഭീരമായിട്ട് പരാജയപ്പെടും. ഇന്ന് കുറച്ച് തിരക്കായപ്പോൾ ശരിക്കും അത് പരാജയപ്പെട്ടു. പക്ഷെ നമ്മൾ നേരത്തെ ഞാൻ എപ്പോഴും ഓർക്കുന്ന പോലെ ഇപ്പൊ LKG, പക്ഷെ ഇത് UKG ആവണം, 1-ാം ക്ലാസ് 2-ാം ക്ലാസ് അങ്ങനെ കയറി പോകാനിടയാണ്. അതാണ് ആ ലാക്കിലേക്കാണ് നമ്മൾ ഓടുന്നത്. അപ്പോ എങ്ങനെ കൂട്ടായ്മ ശരിക്കും പ്രായോഗികമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് ചോദിച്ചാൽ, കർത്താവ് എൻ്റെ അടുത്തുണ്ടെന്ന് സെൻസ് ചെയ്യും. അത് ശരിക്കും സെൻസ് ചെയ്ത് നമ്മൾ ജീവിക്കും. വാഹനം ഓടിക്കുമ്പോഴായാലും, ജോലി സ്ഥലങ്ങളിലായാലും, കുടുംബത്തിലായാലും കർത്താവ് അടുത്തുണ്ട് എന്നുള്ളത് കേവലം ഒരു അറിവായിട്ടിരിക്കാതെ ശരിക്കും അത് സെൻസ് ചെയ്യാൻ സാധിക്കും. അതങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എൻ്റെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനോടൊക്കെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഏറ്റവും ചെറുപ്രായത്തിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ശരിക്കും യോസേഫിനെ പോലെ വിജയിക്കാൻ, കൃതാർത്ഥനാകാനായിട്ട് സാധിക്കും. കാരണം അവനെ കുറിച്ച് നാം വായിക്കുന്നത് ഫലപ്രദമായ വൃക്ഷമായിട്ട് തീരുന്നതിന്റെ കാരണം, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെ, യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു, യഹോവ അവനോട് കൂടി. അത് അവൻ ശരിക്കും സെൻസ് ചെയ്ത് ജീവിച്ചു. അതുകൊണ്ടാണ് അനേക പല പ്രതിബന്ധങ്ങളൊക്കെ ജയിക്കാൻ അവന് സാധിക്കും. അപ്പൊ ചെറിയ ടിപ്പുകളാണ്, പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്താൽ, ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പിശാചായവൻ സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുത്തു കളയും. അവന്റെ ശുശ്രൂഷ തികയ്ക്കുന്നതിൽ അവൻ വിശ്വസ്തനാണ്. എത്രയോ നല്ല ശുശ്രൂഷകളാണ് ഈ പുൾപിറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ നിന്നും എനിക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പിശാചായവൻ അത് നമ്മിൽ നിന്ന് അത് എടുത്തു കളയും. അതിൽ അവൻ വളരെ ജാഗ്രതയുള്ളവനാണ്. നമ്മളതൊന്നും ബോധേടാവാതെ അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഇത് മനഃപൂർവമായി കർത്താവിന്റെ അടുത്തുണ്ട്, അത് സെൻസ് ചെയ്ത് ആ കൂട്ടായ്മ എൻജോയ് ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനിന്ന് 2 പാഠേ പറയാൻ പറ്റുള്ളൂ. കുറച്ച് പാഠങ്ങൾ ഇതിലെ 1-2 വാക്യത്തിൽ ചില പാഠങ്ങളുണ്ട്. അത് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ സമ്മറി എന്ന് പറയുന്നത്, സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരാവുക. അങ്ങനെ വിശ്വസ്തരായവർ 1-2 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതരാണ്. എന്തുകൊണ്ട് സുരക്ഷിതരാണെന്നുള്ളത് ആദ്യത്തെ 2 പദങ്ങളിൽ നിന്ന് പറഞ്ഞു, യജമാനനുള്ളതിനാൽ. രണ്ടാമത്തെ സത്യം ഞാൻ പറഞ്ഞു, വിളിക്കപ്പെട്ടതിനാൽ. വരും ദിവസങ്ങളിൽ ഈ നല്ല യജമാനന് കൂടുതൽ അടുത്തറിഞ്ഞ്, അവന്റെ വിളി തിരിച്ചറിഞ്ഞ് അവനുമായുള്ള കൂട്ടായ്മയിൽ അവൻ അടുത്തുണ്ട് എന്നുള്ളത് ശരിക്കും സെൻസ് ചെയ്ത് ജീവിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ.